ഹലോ എവരിവൺ, ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മളിപ്പോ നല്ലത് അജ്മാനിലാണ്. വെറുതെ റൂമിലിരുന്നപ്പോ ഞങ്ങളിങ്ങനെ പുറത്തിറങ്ങിയതാണ്. ഇപ്പൊ വൈകുന്നേരമായിട്ടോ, അധികം സമയമൊന്നുമായിട്ടില്ല, ഇരുട്ടായി തുടങ്ങി. നമ്മളിങ്ങനെ വെറുതെ ഇറങ്ങിയതാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ഒരു കോർണിഷ് ഒരു ഏരിയ ആണ്. ഈ ഏരിയക്ക് എന്താ പറയാന്നുള്ള കറക്റ്റ് അറിയില്ല. നമ്മളെ അതെ, നമ്മുടെ അജ്മാൻ ഹോട്ടലിന്റെ ഒക്കെ ഓപ്പോസിറ്റ് ആയിട്ട് അല്ലേ. അതെ, നല്ല തണുപ്പല്ലേ. അപ്പൊ ഈ ഒരു ടൈമിൽ പുറത്തിറങ്ങാനൊക്കെ നല്ല രസമാണ്. വെറുതെ റൂമിലിരുന്ന് ബോറടിക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഇങ്ങനെ ഇറങ്ങിയതാട്ടോ. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. ഇവിടെ ഇങ്ങനെ കറങ്ങും, ഇവിടെ ആദ്യമായിട്ട് വരില്ലേ. അപ്പൊ ഇവിടെ എന്താ കാണാനുള്ളത് നോക്കണം. നല്ലൊരു സ്ഥലം കേട്ടോ, ഒരു ഹാങ് ഔട്ട് സ്പോട്ടാണ് നല്ലത്. അതെ, ചെറിയൊരു സ്പോട്ടാട്ടോ, ചെറിയൊരു സ്ഥലമാണ്. പക്ഷെ വിന്റർ മാർക്കറ്റ് ഒക്കെ ഉണ്ടല്ലോ. നമ്മൾ അജ്മാൻ സൈഡൊക്കെ അങ്ങനെ വരാറില്ല, വല്ലപ്പോഴും അല്ലേ വരാറുള്ളൂ. അപ്പൊ എപ്പോഴും ഷാർജ ദുബായില്ലേ. ഇപ്പൊ ഇപ്രാവശ്യം അജ്മാൻ വിളിച്ചു. ആൾക്കാർ നടക്കാനും കാര്യങ്ങൾക്കൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. തണുപ്പായതുകൊണ്ട് എല്ലാവരും പുറത്താണ്. ചൂടുകാലം ആകുമ്പോൾ ഇവിടെ അങ്ങനെ ഇറങ്ങാൻ പറ്റില്ലല്ലോ, അത്രയും ചൂടല്ലേ. ഈ സമയം ഇവിടെ എല്ലാവർക്കും നല്ലൊരു സന്തോഷമുള്ള ടൈമാണ്. ഇവിടെ ആകെ ഇറങ്ങാൻ പറ്റിയ സമയമാണ്. ചൂടുകാലമായ പുറത്തിറങ്ങാൻ പോയിട്ട് ഒന്നിനൊരു മൂടുണ്ടാവില്ല നമുക്ക്. തണുപ്പ് കാലമായാലും ഈ ഒരു ബേർഡ് എല്ലായിടത്തും കാണാം. ഇവിടെ ദുബായിലും ഒക്കെ കാണലുണ്ട്, ദുബായിലൊക്കെ. പക്ഷെ ഇതിന്റെ പേരെന്താന്നുള്ളത് അറിയില്ല. ഒരുപാട് ഫുഡ് കോർട്ടുകളൊക്കെ ഉണ്ട്. പക്ഷെ ഇവിടെ ഇങ്ങനെ എന്തോ ഓർഡർ ചെയ്യാൻ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ എന്താ ഡൈനിങ്ങിനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. നല്ലൊരു അടിപൊളി സ്ഥലം കേട്ടോ. നമ്മളിവിടെ ആദ്യമായിട്ട് വരികയാണ്. എന്താണ്ട് എന്തൊക്കെയുള്ളത് നോക്കാം. ഇപ്പൊ നമ്മള് ചായ എവിടെ കിട്ടുക നോക്കാം കേട്ടോ. ഇപ്പൊ തണുപ്പ് കാലം വന്നപ്പോ വെറും ചായ കുടിക്കണില്ലേ. മറ്റേ ചായനെ കുടിക്കാത്ത ചായപ്പൊടി പോലെ ഞങ്ങൾ വാങ്ങാറില്ല. അപ്പൊ തണുപ്പാകുമ്പോ നല്ല രസമല്ലേ ചായ കുടിച്ചിരിക്കാൻ. പിന്നെ ഇവിടെ കുറെ ഫുഡ് കൗണ്ടേഴ്സ് ഉണ്ട്, പക്ഷെ നമുക്ക് വിശപ്പില്ല. നല്ല അടിപൊളി ബിരിയാണി അല്ലേ അതൊക്കെ പറയില്ലെങ്കിൽ പിന്നെ പ്രശ്നമാണ്. അപ്പൊ പിന്നെ നമ്മള് സാധാ നാട്ടിലത്തെ ബിരിയാണി ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇനി ഹെവി ആയിട്ട് കഴിച്ചാൽ അതൊക്കെ ബാക്കിയാവും. അപ്പൊ എന്തെങ്കിലും ചെറുതായിട്ട് അവിടെ കുട്ടികൾക്കുള്ള ഒരു ഏരിയ ഉണ്ട് കേട്ടോ. കുട്ടികൾക്കുള്ള ഓരോ ആക്ടിവിറ്റീസൊക്കെ റൂമുകൾ കുറച്ച് വലുതായ പറ്റൂലേ. ഇവിടെ ഒരുപാട് ഫുഡ് ട്രക്കുകളുണ്ട് കേട്ടോ. അപ്പം നമ്മളെന്തെങ്കിലും നല്ല തണുപ്പല്ലേ, ഒരു കോഫി കുടിക്കാന്ന് വിചാരിക്കണേ. പാശയും റൂമുകളും ഇവിടെ ഇരിക്കുന്നുണ്ട്. പക്ഷെ എന്താ ഓർഡർ ചെയ്യണേ? കോഫി ഓർഡർ ചെയ്യാം, തണുപ്പല്ലേ. ജ്യൂസൊന്നും വേണ്ട, കോഫി എന്തെങ്കിലും ഓർഡർ ചെയ്യാം. ഇവിടെ നല്ലൊരു സീറ്റിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നല്ലൊരു വൈബാണ്. നോക്കാശേ ഇവിടെ ഒരാള് കേക്ക് കഴിക്കുന്നുണ്ട്. ഇവിടെ ഒരാൾ കേക്ക് കഴിക്കണുണ്ട് കേട്ടോ. അപ്പം നമ്മളിപ്പോൾ ഈ ട്രക്കിൻ്റെ ബാക്ക് സൈഡിലാണ് കേട്ടോ. അതൊരു ബാക്ക് യാർഡാണ്. ഇവിടെ നമുക്ക് കുറച്ചും കൂടി പ്രൈവസിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഫ്രണ്ടിൽ വേറെ സീറ്റിംഗ് ഒക്കെ ഉണ്ട്. എന്തായാലും നല്ലൊരു അടിപൊളി സ്ഥലമായില്ലേ. നമ്മൾ ആദ്യമായിട്ട് വരികയാണ് ഇവിടെ, പക്ഷെ ഇഷ്ടമായി. നല്ലൊരു സ്പോട്ടാണ്. ഇനി നമുക്ക് കോഫി വരട്ടെ. അങ്ങനെ എന്താ ഞങ്ങൾ ഓർഡർ ചെയ്ത കോഫിയും ഒരു മിനി ക്രീം ബണ്ണാണ് കേട്ടോ പറഞ്ഞത്. നമ്മൾ ആദ്യമായിട്ട് കഴിക്കാണ്. അതൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മളൊക്കെ ഇങ്ങനെ കഴിച്ചുകൊണ്ട് ഇങ്ങനെ തണുപ്പത്ത് ഇങ്ങനെ ഇരിക്കുകയാണല്ലേ. വർത്തമാനമൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ്. ന്യൂ ഇയർ ആയിട്ടേ ഇപ്പൊ വീഡിയോ തുറന്ന ന്യൂ ഇയർ എല്ലാവരും ന്യൂ ഇയർ റെസൊല്യൂഷനെ കുറിച്ചൊക്കെ ആശി പറയണേ. അപ്പൊ ഞാൻ അങ്ങനെ വിചാരിച്ചു ആശിന്റെ ന്യൂ ഇയർ റെസൊല്യൂഷൻ എന്താ? ഒരു റെസൊല്യൂഷനും ഇല്ല. ആശിക്ക് അങ്ങനെ ആശി എങ്ങനെയാണോ അതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യാനാണ് ഇഷ്ടം. അപ്പൊ ആശിന്റെ ന്യൂ ഇയർ റെസൊല്യൂഷൻ എന്താ? ഇപ്പൊ എവിടെ നോക്കിയാലും എല്ലാവരും ഇങ്ങനെ ന്യൂ ഇയർ റെസൊല്യൂഷൻ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ ഈ വർഷം. അപ്പൊ ആശിന്റെ എന്താ നമുക്കുണ്ടാവില്ല ഇപ്പൊ ഈ ഒരു വർഷം ആകുമ്പോൾ എന്തെങ്കിലും മാറ്റം വരുത്തണം അങ്ങനെയൊക്കെ. ആശിന്റെ എന്താ? ആശിക്ക് എങ്ങനെയാണെന്ന് പറയാം. ആശി എങ്ങനെയാണോ അതുപോലെ പോകാനാണ്. ചില കാര്യങ്ങളൊക്കെ അതൊക്കെ കണ്ടന്റ് അല്ലേ. ആശയൊക്കെ കണ്ടന്റ് അല്ലേ. ആശിക്ക് ചോദിച്ചാൽ ആശ ഞാൻ എങ്ങനെയാണോ ഞാൻ അതുപോലെയൊക്കെ ഇങ്ങനെ പോയാൽ മതി എന്നുള്ള ഒരു അങ്ങനത്തെ ഒരു മൈൻഡാണ് കേട്ടോ. അത് വെച്ചിട്ട് ലക്ഷ്യങ്ങളില്ല, അങ്ങനെയൊന്നല്ല. ലക്ഷ്യങ്ങളും ഇതും തമ്മിലൊക്കെ ഫാർ ഡിസ്റ്റൻസ് ഉണ്ട്, ഡിഫറൻസ് ഉണ്ട്. അത് കണ്ടാണ്ട് അത് ശരിയാണ്. പക്ഷെ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. ഇപ്പൊ ചിലവർക്ക് ഇങ്ങനെ നേരത്തെ വൈകി രാവിലെ ലേറ്റ് ആയി എണീക്കണവർക്ക് നേരത്തെ എണീക്കണം. അതൊക്കെ മൈന്യൂട്ടായിട്ടുള്ള ലൈഫിലെ കാര്യങ്ങളാണ്. ലേറ്റ് ആയിട്ട് എണീച്ചാലും രാവിലെ മുതൽ രാത്രി വരെ ഉറങ്ങിയാലും ആശിക്ക് എപ്പോ എണീച്ചാലും വിഷയമല്ല. അങ്ങനെയാണ് 6 മണിക്ക് എണീക്കണോ സക്സസ് ആവും.
nothing. ആശ എപ്പോഴും അങ്ങനെ പറയണം. നമ്മളെ കാര്യങ്ങൾ ചെയ്യണം. നാളെ മുതൽ ഞാൻ 2 മണിക്ക് നീറ്റിരിക്കാം. അതല്ല ഞാൻ പറഞ്ഞത്. ഓക്കെ, നേരത്തെ ഉറങ്ങിയിട്ട് ഒരു 2-3 എനിക്കുണ്ടൊരു കാര്യം, എനിക്കുണ്ടാവും. എനിക്കുണ്ട് കേട്ടോ. എനിക്ക് എങ്ങനെയാന്ന് വെച്ചാല് ഞാൻ പറയൂല, ആശിക്ക് എന്റെ സ്വഭാവത്തിൽ ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു സ്വഭാവമാണത്. അതെന്താ വെച്ചാല് ഞാനുണ്ടല്ലോ ചില കാര്യങ്ങളൊക്കെ ഇപ്പൊ എന്തെങ്കിലും ഒരു കാര്യം, ഇപ്പൊ ചിലപ്പോ ഒരു കാര്യങ്ങളൊക്കെ ഇപ്പൊ റീഡ് ചെയ്യേ എന്തെങ്കിലും ഒരു കാര്യമൊക്കെ ഞാനൊരു ആബ്സെന്റ് മൈൻഡ് ആയിരിക്കും. എന്നിട്ട് ഇപ്പൊ എന്തെങ്കിലും ഒരു വേർഡ് ഉണ്ടെങ്കിൽ അതിന്റെ ഫസ്റ്റ് ലെറ്റർ മാത്രം ഞാൻ കണ്ടെക്കും, ബാക്കി ഞാനിട്ട് പറയണ പൊട്ട തെറ്റായിരിക്കും. ഇന്ന് പോലും അതിന്റെ സംഭവം കുറവാണ്, ഭയങ്കര കുറവാണ്. ഇപ്പൊ അത് കൂടിട്ടോ. എനിക്കറിയില്ല, ഞാനൊരു എന്താ പറയാ ചില കാര്യത്തില് എന്നാ എന്റെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുകയും ചെയ്യും. ഇല്ലേ ആറ് പറയാൻ നല്ല കാര്യം ഒന്ന് പറയും. അതല്ല, ഞാൻ ചില വേർഡുകളൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ഫസ്റ്റ് ലെറ്റർ കാണുമ്പോണ്ടല്ലോ എന്റെ മനസ്സിൽ ഞാൻ വിചാരിച്ചു ആ വേർഡ് ഞാൻ അങ്ങനെ തന്നെ വായിക്കോട്ടെ. അതെനിക്ക് അപ്പൊ ആശി പറയും ഈ എന്താ വിദ്യാഭ്യാസം ഇല്ലാത്ത പോലെ അത് അങ്ങനെ വായിക്കണത് എന്നുള്ളത് പറയും. ഇല്ലേ, ആശിക്കാ സ്വഭാവം തീരെ ഇഷ്ടമല്ല. അപ്പൊ അത് ഞാനൊന്ന് ചേഞ്ച് ചെയ്യാൻ വേണ്ടിട്ട് ഒന്നും കൂടി കോൺസെൻട്രേറ്റ് ആയിട്ട് ഇരിക്കാൻ ന്യൂ ഇയറിന്റെ പ്ലാൻ ഒന്നുമല്ല. പ്ലാൻസ് ലൈഫിൽ കുറെ പ്ലാൻസ് ഒക്കെ ഉണ്ട്, പക്ഷെ ചെറിയ മാറ്റം വരുത്താനുള്ള ഒരു ആഗ്രഹം ഉണ്ടാവില്ല. അത് അല്ലാണ്ടൊന്നും എനിക്ക് ഒരു പ്ലാനും ഒരു ആഗ്രഹം ഒരു ഡ്രീമും ഇല്ലേ. ഡ്രീമും പ്ലാനൊക്കെ തമ്മിൽ ഡിഫറെന്റ്. ന്യൂ ഇയറിന് പ്ലാൻ ചെയ്യുന്ന ഡ്രീം അല്ല. ന്യൂ ഇയറിന് ഒറ്റ പ്ലാനുള്ളൂ, വെടിക്കെട്ട് കാണുക, ഫുഡ് കഴിക്കുക, ഫയർ വർക്സ് കാണാൻ പോവുക, അതാണ് ന്യൂ ഇയർ പ്ലാൻ. അല്ലാതെ ഡ്രീമുകളൊക്കെ ഡിഫറെന്റ് ആണ്. അതൊന്നും ന്യൂ ഇയറിന് വരുന്ന ഡ്രീമല്ല. ശരിയാണ്. അപ്പൊ നമ്മൾ കുറച്ചധികം നേരമായിട്ടോ ഇവിടെ വന്നിങ്ങനെ ഇരിക്കണം. അപ്പൊ നമുക്ക് പോവാം. ആശി റൂമോള് പേയ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഫ്രണ്ടിക്ക് പോയതാണ് കേട്ടോ. ഇതാണ് കേട്ടോ ഇതിന്റെ ഫ്രണ്ട് പോർഷൻ. ഇവിടെയും സീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതാണ് ഫുഡ് ട്രക്ക്. ഇനി നമുക്ക് ഇവിടുന്ന് പോകണം. ഇവിടെ എനിക്ക് UAE വന്നിട്ട് ഏറ്റവും നല്ലൊരു കാര്യമായിട്ട് തോന്നിയത് എവിടെ പോയാലും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ എല്ലാ ഫെസിലിറ്റിയോട് കൂടിയുള്ള വാഷ്റൂംസ് ഉണ്ടാവും കേട്ടോ. ആ ഏരിയയിൽ തന്നെ പ്രയർ റൂം ഉണ്ടാവും, നമുക്ക് കുട്ടികളെ ഡയപ്പറിങ് കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യാനുള്ള ഏരിയ ഉണ്ടാവും. അങ്ങനെ എല്ലാം ഉണ്ടാവും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട്. അത് നമുക്ക് എസ്പെഷ്യലി നമുക്ക് ട്രാവലും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ കുട്ടികളെ വെച്ചും ഇപ്പം നമ്മളാണെങ്കിലും നമുക്കത് മസ്റ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അത് എനിക്ക് UAE വന്നിട്ട് വൺ ഓഫ് ദ ബെസ്റ്റ് ആയിട്ട് തന്നെ എനിക്ക് പറയാൻ എപ്പോഴും പറയാനുള്ളൊരു കാര്യം തന്നെയാണ് കേട്ടോ. നല്ലൊരു കാര്യമാണത്. നോസ് എവിടെ? നോസ് ഗുഡ് ഗേൾ. സ്റ്റൊമക്ക് ഗുഡ് ഗേൾ. അപ്പൊ ഇതാ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇതൊരു അടിപൊളി സ്പോട്ടാണ് കേട്ടോ. ജുമാനിലുള്ള വരാനൊക്കെ പറ്റിയ നല്ലൊരു സ്പോട്ടാണ്. എപ്പോഴും നമ്മൾ ഷാർജയും ദുബായും പോവാണ്ട് UAE ഉള്ളവർക്ക് വരാൻ പറ്റിയ സ്പോട്ടാണ് കേട്ടോ. അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.